ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു നല്ലൊരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. രസകരമായ ഒരു എപ്പിസോഡിലേക്കാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതിക്ക് ഒരു വലിയ ഓർഡറൊക്കെ കിട്ടുകയാണ് കേട്ടോ. ഒറ്റ ദിവസം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമാണ് രേവതി ഉണ്ടാക്കാൻ പോകുന്നത്. അതറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. ചന്ദ്രയ്ക്ക് മാത്രമല്ല, നമ്മുടെ ശ്രുതിക്കും. അതുപോലെ തന്നെ ചന്ദ്രയെക്കുറിച്ചിട്ട് മോശമായിട്ടൊക്കെ രേവതി എല്ലാവരോടും പറഞ്ഞു നടക്കുന്നെന്ന് രേവതിയുടെ ഒരു ശത്രുവുണ്ട്. അവർ ചന്ദ്രയെ ധരിപ്പിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തം ചന്ദ്ര രേവതിയോട് കലി തുള്ളി നിൽക്കുകയാണ് കേട്ടോ. രേവതിയെ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ പറയുന്ന ചന്ദ്രയെ നിലയ്ക്ക് നിർത്തുകയാണ് നമ്മുടെ വർഷ പറയുന്നുണ്ട്, നിങ്ങൾ ഇനി രേവതി ചേച്ചിയെ ഒരു വാക്ക് പറയരുത്, നാണമില്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എന്തൊക്കെ ചോദിച്ച് ചന്ദ്രയെ അവിടെ അടക്കി നിർത്തുകയാണ് നമ്മുടെ വർഷ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായല്ലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രേവതിയുടെ അനിയത്തി ദേവു ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു ട്രാഫിക് പോലീസുകാരൻ്റെ അമ്മയെ നോക്കുകയാണ് കേട്ടോ. ആ ട്രാഫിക് പോലീസുകാരൻ സച്ചിയുടെ ഒരു ശത്രുവാണ്. അതൊക്കെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ വരാനുള്ളതാണ്. സച്ചിയും ആ ട്രാഫിക് പോലീസുകാരനുമായിട്ട് ഒരു വഴക്കുണ്ടാവുകയും അങ്ങനെ അവർ രണ്ടും ഭയങ്കര ശത്രുക്കളായി ഒക്കെ മാറുകയും ചെയ്യുകയാണ്. അയാൾ ഒരു ദിവസം അയാളുടെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. അപ്പോൾ മറ്റാരും നോക്കാനില്ലാത്തത് കൊണ്ട് പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോലി സ്ഥലത്തു നിന്നാണെങ്കിൽ തെരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആകെ മൊത്തം പുള്ളി വിഷമിക്കുന്ന കാണുകയാണ് നമ്മുടെ ദേവു. അപ്പോൾ അയാളോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ നോക്കാൻ ആരുമില്ല, ഇവിടെ ആപ്പാടെ വിഷമത്തിലാണ് ഞാൻ എന്ന് പറയാനാണ്. അപ്പോൾ ദേവു ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ അമ്മയെ നോക്കാൻ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇല്ലേ, അവരെ ആരെങ്കിലും ഒന്ന് വിളിച്ചിരുത്തിയാൽ പോരെ, നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്ത് പോകാമല്ലോ എന്ന് പറയുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതിന് ബന്ധുക്കളൊന്നും അടുത്തില്ല, എല്ലാവരും ഞങ്ങളുടെ നാട്ടിലാണ്. ഇതിപ്പോൾ ജോലി സംബന്ധമായ കാര്യത്തിനാണ് ഞാനും അമ്മയും ഇവിടെ വന്ന് താമസിക്കുന്നത്. അതുകൊണ്ട് ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്താൻ ബുദ്ധിമുട്ടാണ്. എനിക്കാണ് ഇന്ന് അത്യാവശ്യമായിട്ട് ഒന്ന് ജോലിക്ക് ചെല്ലുകയും ചെയ്യണമായിരുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുക. അപ്പോൾ ദേവു പറയുന്നുണ്ട്, അത് സാരില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോയിക്കോ, ഞാൻ നിങ്ങളുടെ അമ്മയെ നോക്കിക്കോളാമെന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അത് വേണ്ട, അങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ദേവുവിനോട് ചോദിക്കുക. അപ്പോൾ ദേവു പറയുന്നുണ്ട്, ഏയ് എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, എൻ്റെ വീട്ടിലും ഈ പ്രായമുള്ള ഒരു അമ്മയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ഏതായാലും 6 മണി വരെ ഡ്യൂട്ടിക്കുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ നിങ്ങളുടെ അമ്മയെ നോക്കിക്കോളാം, അപ്പോഴേക്കും നിങ്ങൾ തിരിച്ചു വന്നാൽ മതി എന്ന് പറയണം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, വലിയ ഉപകാരമായി ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ട് എനിക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞ് അയാൾ പോവുകയാണ്. അങ്ങനെ അയാളുമായിട്ടൊരു കണക്ഷനൊക്കെ വരികയാണ് നമ്മുടെ ദേവുവിന് കേട്ടോ. അങ്ങനെ ദേവുവും ആ ട്രാഫിക് പോലീസുകാരനും കൂടി ഒരു ഇഷ്ടത്തിലാവുകയും ദേവുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നതും വിവാഹം കഴിക്കുന്നതും ഒക്കെ അയാളാണ് കേട്ടോ. പക്ഷേ അത് സച്ചിയുടെ ഒരു ശത്രു കൂടിയാണ്, അത് ദേവു അറിയുന്നുമില്ല. അങ്ങനെ ആ ഒരു എപ്പിസോഡൊക്കെ ഇനി വരാനായിട്ടുള്ളതാണേ. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേക്കുമാണ് നമ്മുടെ രേവതി വീട്ടിലേക്ക് പോവുകയാണ്. രേവതിയുടെ അമ്മയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് രേവതി വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ നമ്മുടെ ദേവു ഉണ്ട് കേട്ടോ. അപ്പോൾ ദേവു രേവതിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ അമ്മ ചോദിക്കുക, എന്താ മോളെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ശരത്ത് അങ്ങോട്ട് വരുന്നത്. ശരത്ത് വരുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ശരത്തിനെ കുറിച്ചിട്ടുള്ള ആ വീഡിയോ അതെങ്ങനെയാണ് ലീക്കായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് സജ്ജീകരണം അതിൻ്റെ പുറകെ തന്നെയാണ് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, അത് വേണ്ട മോളെ, ഇനിയിപ്പോൾ അതൊന്നും പറയാൻ പോകണ്ട, അതെന്തെങ്കിലും ആകട്ടെ, ആ തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങൾക്ക് മാറിയില്ലേ, ഇനിയിപ്പോൾ ആ വീഡിയോ ആര് പുറത്ത് വിട്ടാലെന്താ, അതിനെക്കുറിച്ചൊന്നും നടക്കാനൊന്നും പോകണ്ട മോളെ എന്ന് പറയുക. അപ്പോൾ ഉടനെ രേവതി പറയുക, അതല്ലമ്മേ, എന്നാലും അത് ആരാ ചെയ്തതെന്ന് നമുക്കറിയണ്ടേ, നമ്മുടെ ഇടത്ത് തന്നെ നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ല കാര്യമല്ലേ, അതാ സച്ചിയേട്ടൻ പറയുന്നത് എന്ന് പറയണം. അപ്പോൾ ദേവു പറയുന്നുണ്ട്, അതെ ചേച്ചി, ഞാനെന്നാ ഹോസ്പിറ്റലിലേക്ക് പോവുക, എനിക്ക് പോകാനുള്ള സമയമായി, അവിടെ ചെല്ലണം. അവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രാഫിക് പോലീസുകാരൻ അയാളുടെ അമ്മയും കൊണ്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അയാൾക്ക് ജോലിക്കൊക്കെ പോകണം, അവരെ ആരും നോക്കാനോ സഹായിക്കാനോ ഇല്ല, അപ്പോൾ ഞാൻ അവരെ ഒന്ന് ശ്രദ്ധിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവുക. അപ്പോൾ ഉടനെ രേവതിയുടെ അമ്മ പറയണേ, അച്ഛൻ്റെ അതേ സ്വഭാവമാണ് നിങ്ങൾ മക്കൾക്കും കിട്ടിയിരിക്കുന്നത്, അച്ഛനും ഇതുപോലായിരുന്നു, എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്സൊക്കെ ആയിരുന്നു, അത് തന്നെയാണ് രേവതിക്കും ദേവുവിനും ഒക്കെ കിട്ടിയിരിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ രേവതിയും പറയാം, ശരിയാ, അച്ഛൻ്റെ ആ മനസ്സ് ദേവുവിനും കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ അവൾക്ക് എന്ത് സന്തോഷമാണ് അയാളെ സഹായിക്കാൻ പോകാനെന്ന് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ ശരത്ത് പറയുന്നുണ്ട്, ചേച്ചി ഒരു കാര്യം ഞാൻ ചേച്ചിയോട് പറയാൻ വരികയായിരുന്നു,
ചേച്ചിക്ക് ഒരു വലിയ ഓർഡർ ഞാൻ പിടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയുക. അപ്പോൾ രേവതി ചോദിക്കുക, വലിയ ഓർഡറോ? അതെങ്ങനെയാടാ? അതെ, ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ പ്രൊഫസറെ കാണാൻ വേണ്ടി പോയതാ. ആ പ്രൊഫസറെ പോയി കണ്ടപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മോളുടെ വിവാഹമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്നോടിങ്ങനെ സംസാരിച്ചു. അപ്പോഴേക്കും ചേച്ചിക്ക് അതിൻ്റെ ഡെക്കറേഷൻ്റെ ഫുൾ ഓർഡറും തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രേവതി ചോദിക്കുക, ഇതൊക്കെ നടക്കുമോടാ? പിന്നെ നേരത്തെ തന്നെ ഞാൻ ചേച്ചിയെക്കുറിച്ചൊക്കെ പ്രൊഫസറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെന്നപ്പോഴേക്കും അദ്ദേഹം എന്നോട് ചേച്ചിയെക്കുറിച്ച് ചോദിക്കുകയും ചേച്ചി ഇങ്ങനെ ഒരു വലിയ ഓർഡർ കിട്ടിയാൽ ചെയ്യുമോ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാനതെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ചേച്ചി ഇനി അദ്ദേഹത്തെ വിളിച്ചൊന്ന് സംസാരിച്ച് എല്ലാം റെഡിയാക്കിയാൽ മതി. ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു ഓർഡറാണ് കേട്ടോ എന്ന് പറയാണ്. എടാ, അത്ര വലിയ ഓർഡറാണോടാ എന്ന് ചോദിക്കുക. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് ചേച്ചിക്ക് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാ, എടാ മോനെ, എന്നാ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കട്ടെ എന്ന് ചോദിക്കുക. ധൈര്യമായിട്ട് സംസാരിച്ചോ ചേച്ചി, ആ ഓർഡർ ഓക്കെയാ, ചേച്ചിക്ക് ഒറ്റ ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറയുക. അങ്ങനെ രേവതി അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ആ ഡീലൊക്കെ ഉറപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതിക്ക് ഒരു വലിയ ഓർഡർ, ഒരു വലിയ വിവാഹത്തിൻ്റെ ഡെക്കറേഷൻ്റെ ഫുൾ ഓർഡർ കിട്ടുകയാണ്. അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമായിട്ട് രേവതി പറയാണ്, ശരത്തെ മോനെ, നീ ഇപ്പം ഈ ചെയ്തത് വലിയൊരു ഉപകാരമായി കേട്ടോ ചേച്ചിക്ക് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ശരത്ത് പറയാണ്, അതെ ചേച്ചി നേരത്തെ തൊട്ടേ, ഞങ്ങളുടെ ചെറുപ്പം തൊട്ടേ കാണുന്നതല്ലേ ചേച്ചി ഇങ്ങനെ മാല കിട്ടുന്നത്. ഞാനും ദേവവും പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ചേച്ചി അങ്ങനെയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ ഞങ്ങളെക്കാളും ഒക്കെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ചേച്ചിക്ക് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങാമായിരുന്നു. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി അന്ന് മുതൽ പൂ കെട്ടാൻ ഇറങ്ങിയത്. അപ്പോൾ ചേച്ചിക്കും എന്തെങ്കിലുമൊക്കെ നന്നാവണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമില്ലേ? അതിലൊരു ചെറിയ കാര്യം ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതല്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ശരത്തങ്ങ് പോവുക. അപ്പോൾ രേവതി അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ദേ ഇവൻ്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ, പണ്ടത്തെ ആ ഉഴപ്പും ഒക്കെ മാറിയെന്ന് തോന്നുന്നു എന്ന് പറയുക. അപ്പോൾ രേവതിയുടെ അമ്മയും പറയുന്നുണ്ട്, ശരിയാ മോളെ, നല്ല മാറ്റമുണ്ട്, സച്ചി കാരണം അവനിങ്ങനെ മാറിയത് എന്ന് പറയാണ്. അതിനൊക്കെ ശേഷം ഇത്രയും വലിയ ഓർഡറൊക്കെ കിട്ടിയില്ലേ, രേവതി വീട്ടിൽ ചെല്ലുമ്പോൾ സച്ചിയോട് പറയാം, സച്ചിയേട്ടാ ഒരു വലിയ സന്തോഷ വാർത്തയുണ്ടെന്ന് പറയുകയാണേ. അപ്പോൾ സച്ചി ചോദിക്കുക, എന്താ രേവതി എന്ന് ചോദിക്കുക. അതെ, നമുക്കൊരു വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയണേ. അപ്പോൾ സച്ചി ചോദിക്കുന്നത്, എവിടുന്ന്, എന്ത് ഓർഡറാണ് മോളെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അതെ ശരത്ത് വഴിയാണ് ഈ ഓർഡർ കിട്ടിയത്. ശരത്തിൻ്റെ ഒരു പ്രൊഫസറിൻ്റെ മകളുടെ വിവാഹം, ഒരു വലിയ വെഡ്ഡിങ് ഫംഗ്ഷനാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ ഡെക്കറേഷനും എനിക്ക് അവൻ വാങ്ങി തന്നിരിക്കുക. ലക്ഷക്കണക്കിന് രൂപയാണ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് സച്ചിയേട്ടാന്ന് പറയുക. അപ്പോൾ സച്ചി പറഞ്ഞേ, ആഹാ കൊള്ളാമല്ലോ, നീ ഇപ്പം ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, നിനക്കൊപ്പം വലിയ വലിയ ഓർഡറുകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ശരത്ത് എന്നാലും അത്രയൊക്കെ ഉപകാരം നിനക്ക് വേണ്ടി ചെയ്തല്ലോ എന്ന് പറയണം. അപ്പോൾ രേവതി പറയേ, ശരിയാ സച്ചിയേട്ടാ, വലിയ ഓർഡറാണ്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 3-4 ലക്ഷം രൂപയൊക്കെ നമ്മുടെ കയ്യിൽ വേണം. ബാക്കി അവർ അഡ്വാൻസ് തരുന്ന പണവും എല്ലാം കൂടെ കൂട്ടി നമുക്ക് ആദ്യം വർക്ക് ചെയ്യാം. വർക്ക് കഴിഞ്ഞാലല്ലേ ബാക്കി തുക നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഈ 4 ലക്ഷം രൂപ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും സച്ചിയേട്ടാന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് രേവതി വേറൊന്നും വേണ്ട, നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് പണമൊക്കെ ഇല്ലേ, നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിരുന്ന കുറച്ച് പണം, അത് എത്ര കാണും രേവതി എന്ന് ചോദിക്കുമ്പോൾ അതൊരു 3-3.5 ലക്ഷം രൂപ കാണും സച്ചിയേട്ടാ എങ്ങനെ നോക്കിയാലും. അപ്പോൾ സച്ചി പറയാം, ബാക്കി ഒരു 50,000 രൂപ കൂടി വരെ, അത് നമുക്ക് ആരോടെങ്കിലും ചോദിച്ച് വാങ്ങാമെന്ന് പറയാം. അപ്പോൾ രേവതി പറയാം, അതെ നമുക്ക് വർഷയോട് ചോദിച്ചാലോ, വർഷയോട് അത്രയും പണം ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കടമായിട്ട് ചോദിക്കാം, ഇതിൻ്റെ പണം തിരിച്ച് കിട്ടുമ്പോഴേ അപ്പം തന്നെ നമുക്ക് വർഷയ്ക്ക് കൊടുക്കുകയും ചെയ്യാം സച്ചേട്ടാന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ശരിയാ, വർഷയോട് ശ്രീകാന്തിനോട് നമുക്ക് ചോദിച്ചു നോക്കാം, അത് ഓക്കെ ആകുമായിരിക്കും, നീ അത് ഓർത്ത് ടെൻഷനൊന്നും അടിക്കേണ്ടെന്ന് പറയണേ. അതേസമയം നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭാമയുടെ വീട്ടിലാണ് ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് കേട്ടോ, അത് നമ്മുടെ രേവതിയുടെ ശത്രുവാണ്. രേവതി എവിടെ പോയി ഓർഡർ പിടിച്ചാലും ഇവർ അവിടെ എല്ലാം ചെന്ന് മുടക്കുകയും അവർ ആ ഓർഡർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട് കേട്ടോ. അവർക്ക് രേവതിയോട് ഭയങ്കര ശത്രുതയാണ്. രേവതിയോട് പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചന്ദ്രയുടെ ക്ലാസ്സിന് ചേർന്നത്. കാരണം രേവതിയെക്കുറിച്ചിട്ടുള്ള പരദൂഷണമൊക്കെ ചന്ദ്രയോട് പറഞ്ഞിങ്ങനെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ചന്ദ്രയുടെ ഡാൻസ് സ്കൂളിലങ്ങ് ചേർന്നത്. ഏത് സമയവും ചന്ദ്രയെ പൊക്കിയടിക്കുകയും രേവതിയെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യുകയാണ് അവരുടെ വിഷമം. അങ്ങനെ അവർ ഈ വിവരമൊക്കെ അറിയാണ് കേട്ടോ. രേവതിക്ക് ഇത്രയും വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഒരു വലിയ കല്യാണത്തിന് ഓർഡർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് ഓർക്കുമ്പോൾ തന്നെ അവർക്ക് ദേഷ്യം വരികയാണ്. ഇവള് എനിക്ക് കിട്ടേണ്ടത്, ഇവക്കിങ്ങനെ വലിയ വലിയ ഓർഡറുകളൊക്കെ കിട്ടിയാൽ ഇവളങ്ങ് രക്ഷപ്പെട്ടു പോവും. അതെനിക്ക് സഹിക്കാനേ വയ്യ, എനിക്ക് കിട്ടേണ്ട പല ഓർഡറും ഇവക്ക് തന്നെയാണല്ലോ കിട്ടുന്നത്, ഒരു ചെറിയ പണി ഇവക്കിട്ട് കൊടുക്കാം എന്നിങ്ങനെ അവർ വിചാരിക്കുക.
എന്നിട്ട് ചന്ദ്രയുടെ അടുത്ത് ചെന്ന് ചന്ദ്രയെ പതിവ് പോലെ കുറേ പൊക്കിയടിക്കുക. അപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് സന്തോഷമാവുക. എന്നിട്ട് പറയുകയാണ് ചന്ദ്രയോട്, അതെ മാസ്റ്ററിൻ്റെ മരുമോക്ക് ഒരു വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ ചോദിക്കുക, ഏത് മരുമോക്ക്? എനിക്ക് 3 മരുമക്കളുണ്ട്, അതിൽ ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? അത് വേറെ ആർക്കുമല്ല, ആ രേവതിക്ക്. പൂവെട്ടുന്നവക്കോ? അവൾക്ക് എന്ത് വലിയ ഓർഡർ കിട്ടാനാ? എന്ത് വലിയ ഓർഡർ കിട്ടാനെന്നാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുകയാണേ, അതെ ഒരു വലിയ വിവാഹത്തിൻ്റെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ മരുമോളുടെ കയ്യിലേക്ക് വന്ന് വീഴാൻ പോകുന്നത്. അതിൻ്റെ അഹങ്കാരമൊക്കെ അവൾക്ക് ഉണ്ട് താനും കേട്ടോ. 1ഉം 2ഉം അല്ല, ലക്ഷക്കണക്കിനാണെന്ന് ഓർക്കണം എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര ചോദിക്കുക, ലക്ഷക്കണക്കിന് രൂപയോ? അവക്കോ? ആ ലക്ഷക്കണക്കിന് രൂപ ഒറ്റ ദിവസം കൊണ്ട് വന്നു ചേരും. അവളോട് ഞാൻ ചോദിച്ചപ്പം അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? നിങ്ങളുടെ കുറ്റമാണ് മുഴുവൻ പറഞ്ഞത് എന്ന് പറയുക. അപ്പം ചന്ദ്ര ചോദിക്കുക, അവളെന്താ എൻ്റെ കുറ്റം പറയാൻ? ഞാനെന്താ അവളെ ചെയ്തെന്നാണ് പറഞ്ഞത്? ഏയ് ഒന്നും ചെയ്തെന്നൊന്നും അല്ല, ഇത്രയും രൂപയൊക്കെ കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുക, എൻ്റെ അമ്മായിയമ്മയുണ്ടല്ലോ, അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എനിക്ക് ഇത്രയും രൂപ വേണമെന്ന്. അവർ മഹാശല്യമാണെന്നും പണമില്ലാത്തതിൻ്റെ പേരിൽ എന്നെ എപ്പോഴും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ രേവതി എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ ആ വീട്ടിലെ ജോലി മുഴുവൻ ആ രേവതിയെ കൊണ്ടാണ് ചെയ്യിക്കുന്നതെന്ന്. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോൾ ഇങ്ങനെ പുറത്തെ ഓർഡറൊക്കെ പിടിക്കുന്നതെന്ന്. ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപ അവരുടെ കൈ വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളെ അവിടെ നാട്ടി ഇറക്കുമെന്ന്. അതുപോലൊക്കെ ഒരേ പരിപാടിയാണ് മാസ്റ്റർ അവളോട് കാണിച്ചതെന്ന്. എനിക്കത് കേട്ടപ്പം എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. ഒന്നുമില്ലേലും അവളുടെ ഭർത്താവിൻ്റെ അമ്മയല്ലേ, ആ ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ അവൾ? അതൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. എന്തെല്ലാം പറഞ്ഞേന്നോ മുഴുവനൊന്നും ഞാനിപ്പോൾ മാസ്റ്ററോട് പറയുന്നില്ല. എങ്ങനെ പറയാനാ, മാസ്റ്റർ എൻ്റെ മാസ്റ്ററായി പോയില്ലേ എന്നൊക്കെ അവർ പറയുക. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വരിക. ചന്ദ്ര പറയുക, ആ അലവലാതി, എന്നെക്കുറിച്ച് അവൾ അങ്ങനെയൊക്കെ സംസാരിച്ചോ? അവൾക്ക് ഇത്രമാത്രം അഹങ്കാരോ? ഒരു വലിയ ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞ് അവൾ ഇത്രയധികം അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ കാണിച്ചു തരാമെന്ന് പറയാം. അപ്പോൾ ഇവർ പറഞ്ഞു കൊടുക്കുക, അത് ശരി തന്നെയാണ്, എത്രയൊക്കെ വലിയ ഓർഡർ കിട്ടിയാലും സ്വന്തം അമ്മായിയമ്മയെ മറന്നിട്ടൊന്നും പറയാൻ പാടില്ല. അതും നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയുമ്പം എല്ലാവരും എന്താ വിചാരിക്കുക? ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റു പെണ്ണുങ്ങളും ഇതെല്ലാം കേട്ടു. അവരെല്ലാം നിന്ന് പൊട്ടിച്ചിരിക്കുകയായിരുന്നു രേവതിയുടെ അഹങ്കാരം കണ്ടിട്ട്. ഒന്നുമില്ലാത്തടത്ത് കിടന്നവളല്ലേ, അപ്പം ലക്ഷക്കണക്കിന് രൂപയുടെ ഓർഡറും വലിയ വീടും ബംഗ്ലാവും ഒക്കെ കിട്ടുമ്പോൾ സന്തോഷം കൂടുകയല്ലേ, അഹങ്കാരം കൂടുകയല്ലേ? അതാ ഇവിടെ സംഭവിച്ചതെന്ന് പറയാം. അപ്പം അവരോട് പറഞ്ഞു കൊടുക്കുകയാണേ, അതെ മേഡം എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? മാസ്റ്റർ അവളെ ഈ ഓർഡറിന് പോകാതിരിക്കാൻ നോക്കണം. എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് ഇത് ഒഴിവാക്കണം. അവളിങ്ങനെ ഒന്നിനൊന്നിന് വെച്ചടി കയറ്റം ഉണ്ടായാലേ അതിൻ്റെ ദോഷം മാസ്റ്റർക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. ടീച്ചറിനെ അവൾ ഒരു ബഹുമാനം തരികയില്ല. ആ വീട്ടിലെ വേലക്കാരിയായിട്ട് അവിടെ പണിയിപ്പിക്കുമെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അവൾക്ക് കുറച്ച് പണം ഉണ്ടാകട്ടെ, എന്നിട്ട് വേണം അവൾക്ക് നിവർന്ന് നിൽക്കാൻ എപ്പോഴും പറയുന്നുണ്ട്. ദേ അവളെ വളരാൻ അനുവദിച്ചുകൂടാ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മാസ്റ്ററിൻ്റെ കാര്യം പോക്കാം എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാം, അങ്ങനെ അവളെ വളരാൻ ഞാൻ അനുവദിക്കുകയില്ല. അവൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഓർഡർ പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയുള്ളൂ. അവൾ ഈ പണം ഉണ്ടാക്കുകയില്ല. അവളെ ഈ ഓർഡർ ചെയ്യാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇതിന് പോകാൻ ഞാൻ അവളെ സമ്മതിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങ് കാലി തുള്ളി നിൽക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ സച്ചിയും രേവതിയും കൂടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, ഞാൻ വർഷയോട് ചോദിക്കാമെന്ന് പറയുക. അപ്പം എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ വർഷ. എന്താ രേവതി ചേച്ചി, സച്ചിയേട്ടനും വന്നേ, എന്തോ കാര്യമുണ്ടല്ലോ എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയുക, അതെ ശ്രീകാന്തേ, പക്ഷേ നിങ്ങളോടൊരു കാര്യം പറയാനാണ് വന്നത്. രേവതിക്ക് ഒരു വലിയ ഓർഡർ കിട്ടി. ഒരു വലിയ കല്യാണത്തിൻ്റെ ഓർഡറാണേ. അത് ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു ഓർഡറാണ്. അതുകൊണ്ട് നല്ലൊരു എമൗണ്ട് അതിന് കിട്ടുകയും ചെയ്യും. അതൊരു സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറയുമ്പം ഉടനെ പറയാണ് വർഷ പറയുക, ആഹാ രേവതി ചേച്ചി മുത്തേ എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയൊക്കെയാണ് വർഷ. എന്നിട്ട് പറയും, ഇത്രയും വലിയൊരു ഓർഡർ കിട്ടിയോ, മിടുക്കിയാണല്ലോ, ധാരാളം പണം കൈ വരുമല്ലോ, ഇത് നമുക്കെല്ലാം നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഇതുപോലെ ഇനി രേവതി ചേച്ചി വെച്ചടി കയറ്റം വരും. രേവതി ചേച്ചിക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടും. ഒരുപാട് ഓർഡറുകൾ കിട്ടി അതെല്ലാം ചെയ്ത് ഒരു വലിയ പണക്കാരിയാവും. ഒരു വലിയ പൂക്കട തന്നെ രേവതി ചേച്ചി ഇടും. ഒരു ഇവൻറ്റും മാനേജ്മെൻറ്റും കൂടെ നമുക്കങ്ങ് തരാക്കാന്നേ എന്നൊക്കെ പറയാം. അപ്പോൾ രേവതി പറയാം, എന്നാലും വർഷേ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ എന്ന് പറയാം. അപ്പോൾ വർഷ ചോദിക്കുക, എന്താ വിഷമം രേവതി ചേച്ചി, എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയാം. അല്ല സച്ചിയേട്ടൻ പറ എന്ന് പറയണേ രേവതി.
അപ്പം സച്ചി പറയാം, ശ്രീകാന്തേ, അതെന്താന്ന് വെച്ചാലേ രേവതിക്ക് ഇപ്പം ആ ഒരു ഓർഡർ പിടിച്ച് ചെയ്യണമെങ്കിൽ ഒരു 4 ലക്ഷം രൂപയെങ്കിലും കയ്യിൽ വേണം. ഞങ്ങളുടെ കയ്യിൽ എങ്ങനെയൊക്കെ കൂട്ടിയാലും ഒരു 3-4 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പോൾ ഒരു 50,000 രൂപയുടെ ഷോർട്ടേജ് ഉണ്ട് ഞങ്ങൾക്ക്. അത് നിങ്ങളോട് ചോദിക്കാനായിരുന്നു. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കടമായിട്ട് ആ പണം തരാമോ എന്ന്. ഈ ഓർഡറൊക്കെ കിട്ടി ചെയ്ത് കഴിയുമ്പം ആ പണം കിട്ടുമ്പം അപ്പം തന്നെ തിരിച്ചു തന്നേക്കാം. ശ്രീകാന്തിൻ്റെ വർഷയുടെ കയ്യിലും പണം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കാവോ എന്ന് സച്ചി ചോദിക്കുക. അപ്പോൾ ഉടനെ പറയാണ് വർഷ, അതിനെന്താ, ഞാൻ തരാമല്ലോ പണം ശ്രീകാന്ത്, ഞാൻ ഇട്ട് കൊടുത്തോളാം, നീ കൊടുക്കണ്ട, എൻ്റെ കയ്യിലുണ്ട് കാശ്. ഞാനേ അത് നേരെ സച്ചി എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അതിനാണോ ഇത്ര നാണിച്ച് ചോദിച്ചത്? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ അത് നേരെ ചോദിച്ചാൽ പോരെ, അല്ലാതെ ഇത്രയും വളച്ച് കെട്ടിൻ്റെ ആവശ്യമുണ്ടോ? പണം ഞാൻ തരാം, അപ്പോൾ ഓക്കെ ആയല്ലോ, പ്രശ്നമില്ല, സോൾവ് ആയല്ലോ എന്നൊക്കെ പറയാം. അപ്പം നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് വരികയാണ്. ചന്ദ്ര ഇത് കേട്ടോണ്ടാണ് വരുന്നത്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, ഓഹോ, അപ്പോൾ ഇവിടം വരെയൊക്കെ ആയി കാര്യങ്ങൾ, വലിയ ഓർഡറൊക്കെ പിടിച്ച് ബിസിനസ് ചെയ്യാൻ പോവാണ്. അതിനുള്ള പണം കൊടുത്ത് സഹായിക്കാനും ഇവിടെ ആളുണ്ട്. വേറെന്തിനെങ്കിലും പണം ചോദിച്ചാൽ നിങ്ങളുടെ കൈ വല്ലതും ഉണ്ടാടാ ശ്രീകാന്തേ? ഇല്ലല്ലോ. ഇപ്പോൾ ദേ ഇവക്ക് മാല കെട്ടാൻ കൊടുക്കാൻ 50,000 രൂപ പോരാത്തതിന് ഇവളും സമ്പാദിച്ചു വച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും കാശൊക്കെ കൈ വെച്ചോണ്ടാ ദാരിദ്ര്യം അഭിനയിച്ചതല്ലേ. ഇനിയിപ്പോൾ വലിയ ഓർഡറൊക്കെ കിട്ടി വലിയ പണക്കാരിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഇവിടെ എന്തായിരിക്കും നാട്യം? അപ്പോൾ ഉടനെ തന്നെ വർഷ പറയേ, അമ്മ എന്താ അങ്ങനെ സംസാരിക്കുന്നത്? എന്തായാലും രേവതി ചേച്ചിയെ ഒക്കെ വലിയ ഓർഡർ കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഗുണങ്ങളല്ലേ ഉള്ളൂ, നമ്മൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതിനിപ്പം ഇങ്ങനൊരു മോശം വർത്തമാനം പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ എൻ്റെ ഈ പണം ഉണ്ടായിരുന്നു, രേവതി ചേച്ചിയെ സഹായിക്കാൻ തോന്നിയപ്പോൾ ഞാൻ സഹായിക്കും, അതിനോട് ആരും ചോദ്യം ചെയ്യാനൊന്നും വരണ്ടാന്ന് പറയുക വർഷ. അപ്പോൾ ചന്ദ്ര പറയാം, ഞാൻ ആരെയും ചോദ്യം ചെയ്യാനൊന്നും വരുന്നില്ല, ഇവൾ ഈ ഓർഡർ എടുത്ത് ചെയ്യാൻ പോകുന്നില്ല, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരിക. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അത് അമ്മയാണോ തീരുമാനിക്കുന്നത്? അവൾ ആ ഓർഡർ എടുക്കുകയും ചെയ്തു, അത് ചെയ്യുകയും ചെയ്യും. അതിപ്പോൾ അമ്മ പറഞ്ഞാലും ആര് പറഞ്ഞാലും എന്ന് പറയാം. അപ്പോൾ ഉടനെ ചന്ദ്ര ചാടിത്തുള്ളി വന്നിട്ട് പറയാം, പിന്നെ അങ്ങനെയൊക്കെ പറയാറായോ? എൻ്റെ വീട്ടിലെ ഈ കളിയൊന്നും നടക്കുകയല്ല. ഇവളിപ്പോൾ വലിയ ഓർഡർ എടുത്ത് ചെയ്യുന്നില്ല. ഇവൾ വലിയ പുതുപണക്കാരിയായിട്ടേ എന്നെ അടക്കി ഒതുക്കി ഒരു മൂലയിലിരുത്താവുന്ന ഇവളുടെ ഭാവം. അപ്പോൾ ഉടനെ തന്നെ രേവതി ചോദിക്കുക, എന്താ അമ്മ ഈ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അമ്മ പിന്നെ ആവശ്യമില്ലാതെ ഇങ്ങനെ കടന്നു കയറി ചിന്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറയുക. അപ്പോൾ ചന്ദ്ര പറയാം, ഇല്ല, എന്തായാലും ഇവൾ ഈ പൂ കെട്ടാൻ പോകുന്നില്ല, ഈ വർക്കിന് ഇവൾ പോകുന്നില്ലെന്ന് ആരും അത് സ്വപ്നം കാണുകയും വേണ്ട. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. അപ്പോൾ ഉടനെ സച്ചിക്ക് ദേഷ്യം വരിക, എന്ത് അമ്മ എന്താ ഈ പറയുന്നത്? അമ്മയാണോ ഇത് തീരുമാനിക്കുന്നതെന്ന് ചോദിക്കുക. അതെ, ഞാനാ തീരുമാനിക്കുന്നത്. ഇവളിപ്പം തന്നെ പലരോടും എൻ്റെ കുറ്റം പറഞ്ഞ് നടക്കുക. നാട്ടുകാരോട് മുഴുവൻ ഞാൻ ഇവളെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും ഇവൾ ഈ വീട്ടിലെ പണി മുഴുവൻ ഞാൻ ഇവളെ കൊണ്ട് ചെയ്യിക്കുകയാണെന്നും എനിക്ക് ഇവളോട് അസൂയാണെന്നും ആ പണമില്ലാത്ത വീട്ടിലെ ഇവളെ ഞാൻ ഇവിടെ വേലക്കാരിയെ പോലെയാണ് കാണുന്നതെന്നും അങ്ങനെയൊക്കെ ഇവൾ പറഞ്ഞ് നടക്കുക. ഇനി ഇവക്ക് കുറേ പണം ഉണ്ടാക്കിയിട്ട് വേണമെന്ന് എന്നെ തിരിച്ച് ഇതെല്ലാം ചെയ്യാനും എന്നെ അടിച്ചൊരു മൂലയിൽ ഇരുത്താനും ഒക്കെ. അതാ ഇവളുടെ ആഗ്രഹം എന്ന് ഇവൾ ഈ ലോകം മുഴുവൻ പലരോടും പറഞ്ഞു നടക്കുക എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ ആരോടും പറഞ്ഞു നടന്നിട്ടില്ലമ്മേ, അമ്മ ഇത് തെറ്റിദ്ധരിക്കുന്ന, ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടേ ഇല്ല ആരോടും. നീ നുണ പറയരുത്. എന്നെ അറിയാവുന്ന ചിലർ എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ലോകം മുഴുവൻ ഇവൾ എൻ്റെ കുറ്റം പറഞ്ഞ് നടക്കുക. അങ്ങനെ ഒരുത്തി ഇങ്ങനെ ഒരു ഓർഡർ പിടിച്ച് ചെയ്യാൻ ഇവിടുന്ന് പോകുന്നില്ല. അത് ഈ ചന്ദ്രയാണ് തീരുമാനിക്കുന്നതെന്ന് പറയണേ. അപ്പോൾ വർഷ പറയാം, അമ്മ വെറുതെ ഇങ്ങനെ ഓരോന്നും ആൻറ്റി ചിന്തിച്ച് കൂട്ടണ്ട, അങ്ങനെയൊന്നും രേവതി ചേച്ചി പറയില്ല. ഇത്രയും നാളത്തെ അനുഭവത്തിനിടെ എനിക്കറിയാം, രേവതി ചേച്ചി എന്നോട് പോലും സംസാരിക്കുമ്പം അമ്മയുടെ കുറ്റം പറയാറില്ല, മറ്റാരുടെയും കുറ്റം പറയാറില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിനാ അമ്മ ഇപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ പറയാണ് ചന്ദ്ര, അതെ, ഇവൾ പറഞ്ഞു നടന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്ന് പറയാണേ. അപ്പോൾ ഉടനെ വർഷ പറയാം, ദേ ആവശ്യമില്ലാതെ രേവതി ചേച്ചിയെ കുറ്റപ്പെടുത്താനായിട്ടൊന്നും നിങ്ങൾ നിൽക്കണ്ട. കാര്യം രേവതി ചേച്ചിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുകയും ആ പണം രേവതി ചേച്ചി വാങ്ങുകയും ചെയ്യും. ഇനിയിപ്പോൾ രേവതി ചേച്ചി പണക്കാരിയായ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലല്ലോ. അമ്മയെക്കുറിച്ചിട്ട് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ഇതുവരെ രേവതി ചേച്ചി. അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരാളുമല്ല. അതുകൊണ്ട് രേവതി ചേച്ചിയെ കൂടുതൽ ഭരിക്കാനൊന്നും ആരും വരണ്ട. നേരത്തെ തൊട്ടേ ഞാൻ കണ്ടിട്ടുണ്ട് ആൻറ്റിക്ക് രേവതി ചേച്ചിയെ കാണുമ്പം എന്തെല്ലാം വർത്തമാനങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ എന്തിനാ? പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി ആയതുകൊണ്ടാണോ രേവതി ചേച്ചിയോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ശ്രുതിയോടും അതുപോലെ എന്നോടും ഒന്നും ഇങ്ങനെ സംസാരിക്കാൻ അമ്മയ്ക്ക് നാവ് പൊങ്ങില്ലല്ലോ. ഇപ്പം എന്താ ഇങ്ങനെ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. രേവതി ചേച്ചി ആ ഓർഡർ പിടിച്ച് ചെയ്യുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് നല്ല കുറിക്ക് കൊള്ളുന്ന വർത്തമാനം ചന്ദ്രയ്ക്കോട് പറയുകയാണ് കേട്ടോ നമ്മുടെ വർഷ. അതോടുകൂടി ചന്ദ്രയുടെ നാവടയും തൽക്കാലത്തേക്ക് ചന്ദ്ര മിണ്ടാതെയൊക്കെ ഇരിക്കുകയാണ്.
പക്ഷേ ഇനി അടുത്ത പണി എങ്ങനെ രേവതിക്ക് കൊടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക ചന്ദ്ര. എങ്ങനെയെങ്കിലും ഈ ഒരു കോൺട്രാക്റ്റിന് രേവതി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചന്ദ്ര കുറേ പണികളൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ നമ്മുടെ രേവതി തടയുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്